ഈ തിയോളജിക്കൽ ഡിസ്കഷൻസ് ഏറ്റവും ഫലപ്രദമായി നടക്കുന്നത് വെസ്റ്റേൺ വേൾഡിലാണ്. അവർ ശരിക്കും വസ്തുനിഷ്ഠമായി ഓരോ മതവിശ്വാസങ്ങളും അത് നൽകുന്ന സന്ദേശവും അത് തമ്മിലുള്ള താരതമ്യവും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരം ഒരു സംഗതിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തർക്കങ്ങളിൽ തൂങ്ങിയുള്ള അടിയാണ് നടക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. ഞാനത് പറയാൻ കാരണം നമ്മുടെ ടക്കർ കോൾസണും അതുപോലെ തന്നെ സി സ്റ്റോൺ എന്ന് പറയുന്ന രണ്ടുപേർ മേഴ്സിഫുൾ സെർവൻ്റ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ നടത്തിയ ഒരു ഡിസ്കഷൻ കേൾക്കാനിടയായി. അതിൻ്റെ ടൈറ്റിൽ വെസ്റ്റേണേഴ്സ് ഡിസ്കവറിങ് ദ ട്രൂത്ത് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് പാശ്ചാത്യർ ഇസ്ലാമിൻ്റെ ചില സത്യങ്ങൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് പറയുന്നത് ഇതിൽ വിശ്വസിക്കാത്ത ആരെയെങ്കിലും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഉറപ്പായും ആ ബോധ്യങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളെല്ലാവരും പലതും കാണുമ്പോൾ അത് വേറെ ഏതെങ്കിലും ജാതിക്കും മതത്തിനും മറുപടി പറയുന്നതാണ്. അങ്ങനെയല്ല. ഈ അവരവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ അവരവരുടെ വിശ്വാസങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചുള്ള കൺവിക്ഷൻ തന്നെ ഏറ്റവും അനിവാര്യമായൊരു സംഗതിയാണ്. എന്താണ് ഇവരുടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു 45 മിനിറ്റോളം നീളുന്ന ഒരു ഡിസ്കഷനാണ്. അതിലവർ ഈ അൺനോൺ വേൾഡിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്തൊരു ലോകം, നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയാത്തൊരു ലോകം, ആ ലോകത്തെ സംഗതികളെ സംബന്ധിച്ചുള്ള ഏർപ്പാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ജിന്ന്, അതുപോലെ തന്നെ മാലാഖമാർ, അതുപോലെ തന്നെ പരലോകം തുടങ്ങിയ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സാമാന്യനെയുള്ള ഒരു ബോധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അൺസീൻ വേൾഡിനെക്കുറിച്ച്, നമ്മൾ കാണാത്ത ലോകത്തെക്കുറിച്ച് അതിനെ എത്ര സത്യസന്ധമായും എത്ര ശരിയായ രീതിയിലുമാണ് ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ജിന്നുമായി ബന്ധപ്പെട്ട പല സംഗതികളും പിന്നെ പല ചർച്ചകളും അതിൻ്റെ അസാധ്യമായ കഴിവും അപാരമായ സംഗതികളെക്കുറിച്ചുമൊക്കെ നന്നായി ഇസ്ലാമിൽ വിവരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ജിന്നെന്ന് പറയുന്നത് മറ്റു പല പാശ്ചാത്യ വിശ്വാസധാരകളിലുള്ളതുപോലെ ഏതെങ്കിലും തരത്തിൽ അതിനെ അനാവശ്യമായ രീതിയിൽ ഭൂമിയിലെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഒരു ഭയപ്പെടുത്തുന്ന വസ്തുവാക്കി മാറ്റി അങ്ങനെ ചെയ്യാൻ ഇസ്ലാം ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എവിടാ? പാശ്ചാത്യ ലോകത്തെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ജിന്ന് മഹദറയൊക്കെ ഉണ്ട്. അവിടെ ഇതുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ആ വിഷയങ്ങളെ അവിടെ അവസാനിപ്പിച്ച് അതിനെ പിന്നീട് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ ഭയപ്പെടുത്തുന്നത് പോലെ അത്തരത്തിലുള്ള സംഗതികളൊന്നും ഇസ്ലാം ചെയ്യുന്നില്ല. മറിച്ച് ആ അൺനോൺ വേൾഡിലുള്ള കാര്യത്തെ അൺനോൺ വേൾഡിലെ വിശ്വാസമാക്കി തന്നെ നിലനിർത്തിക്കൊണ്ട് നോൺ വേൾഡിൽ നമ്മുടെ മൊറാലിറ്റി, അതായത് ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്, ഒരു പൊതുവായ മനുഷ്യൻ്റെ കടമ, കർത്തവ്യം, ബാധ്യത അത് നിർവഹിക്കുന്ന ഒരു കൃത്യമായ മോറൽ ഏജൻസി എന്നുള്ള നിലയിലാണ് ഓരോ മനുഷ്യനും അവനവൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അല്ലാതെ അത് ജിന്നിൻ്റെ ചെലവിലോ അല്ലെങ്കിൽ കാണാത്തൊരു ലോകത്ത് സംഭവിക്കുന്നതിൻ്റെ കാര്യത്തിലോ ചേർത്ത് വെക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഞാനിവിടെ കൈക്കൂലി വാങ്ങുന്നു, അല്ലെങ്കിൽ ഞാനിവിടെ വെള്ളം അടിക്കുന്നു, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, ആ ചെയ്യുന്നത് എൻ്റെ മാത്രം മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ മാത്രം ബോധ്യമാണ്, എൻ്റെ കൺവിക്ഷനാണ്, എൻ്റെ പ്രവൃത്തിയാണ്, അതിന് ഞാൻ അക്കൗണ്ടബിളാണ്. അല്ലാതെ ജിന്ന് വന്ന് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല. മറ്റു പല വിശ്വാസങ്ങളിലും അങ്ങനെയുണ്ട്. ഇതെല്ലാം വരുന്നത് മറ്റേതിൻ്റെ ദോഷം കൊണ്ടാണ്, ഇതിൻ്റെ ദോഷം കൊണ്ടാണ്, അങ്ങനെ അത് അവരുടെ വിശ്വാസമാണ്. പക്ഷേ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു സംഗതിയെ ബന്ധപ്പെടുത്തുന്നതേ ഇല്ല എന്നാണ് ഈ ടക്കർ കാൾസണും സി സ്റ്റോണും തമ്മിൽ പറയുന്നത്. എന്നിട്ടോ ദ ഫോർമുല ഓഫ് സൊസൈറ്റൽ ചേഞ്ച്, അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്. അതായത് ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ഫോർമുല ഇസ്ലാം എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇൻഡീഡ് ഗോഡ് വിൽ നോട്ട് ചേഞ്ച് ദ കണ്ടീഷൻ ഓഫ് പീപ്പിൾ അണ്ടിൽ ദേ ചേഞ്ച് വാട്ട് ഈസ് ഇൻ ദംസെൽസ്. അതായത് തീർച്ചയായും ജനങ്ങളുടെ ഒരവസ്ഥയെയും ദൈവം മാറ്റിമറിക്കുകയില്ല. എങ്ങനെ? ദേ ചേഞ്ച് വാട്ട് ഈസ് ഇൻ ദംസെൽസ്, അവരുടെ ഉള്ളിലുള്ളത് സ്വയം മാറാതെ. എന്ന് പറഞ്ഞാൽ സ്വയം മാറ്റത്തിന് വിധേയമാകാതെ ഒരു സമൂഹത്തിൻ്റെയും സംഗതികളെ ദൈവം മാറ്റിമറിക്കത്തേയില്ല. എന്ന് വെച്ചാൽ വളരെ ഫണ്ടമെൻ്റലായ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നന്നാവണം, എനിക്ക് മാറ്റം ഉണ്ടാവണം, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മാറ്റം ഉണ്ടാവണം, ഞാൻ മാറാൻ ആഗ്രഹിക്കണം,
ഞാൻ മാറാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ എന്തു ചെയ്യുള്ളൂ, ദൈവം എന്നെ മാറ്റുകയുള്ളൂ, അള്ളാഹു എന്നെ മാറ്റുകയുള്ളൂ. എന്ന് വെച്ചാൽ ദ ഫോർമുല ഓഫ് സൊസൈറ്റൽ ചേഞ്ച് എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായി ആ മനുഷ്യരെ തന്നെ, അവരെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ തന്നെയാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് അവർ പറയുന്നു, ഇസ്ലാം ഈസ് നോട്ട് എ ഫിയർ ബേസ്ഡ് മിസ്റ്റിക്കൽ റിലീജിയൻ. ആരെയെങ്കിലും സവിശേഷമായി ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ആകാശത്തുനിന്ന് അങ്ങനെ വരും, അങ്ങനെ ചെയ്യും, നിങ്ങളെ രാത്രി പേടിപ്പിക്കും, കഴുത്തിന് പിടിക്കും, നിങ്ങളിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു മിസ്റ്റിക്കൽ സ്റ്റോറീസും ഫണ്ടമെൻ്റൽ ഇസ്ലാമിക് ബിലീഫ്സിലില്ല എന്നതാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ്. രണ്ടാമത്തത് അവർ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നത് ഡീപ്ലി പ്രാക്ടിക്കൽ കോഡ് ഓഫ് ലൈഫ് എന്നാണ്. എന്ന് വെച്ചാൽ ഹിഡനായിട്ടും സീനായിട്ടുമുള്ള, ഒളിഞ്ഞിരിക്കുന്നതും ദൃശ്യമാകുന്നതുമായ രണ്ട് യൂണിവേഴ്സും ഉള്ളതിനോടുകൂടി തന്നെ ദൃശ്യമാകുന്ന യൂണിവേഴ്സിനോട് നീതി പുലർത്തി അതിൻ്റെ മോറൽ കമ്മിറ്റ്മെൻറ്റ്സ് പാലിച്ച് അവിടെ ബാധ്യതകൾ നിർവഹിച്ച് അവിടെ ശരിതെറ്റുകളെ നോക്കിക്കണ്ട് ജീവിക്കുക എന്നുള്ളതിനപ്പുറത്ത്, നമ്മളിപ്പോൾ പറയുമല്ലോ, ഈ ചില പെൺകുട്ടികൾ ആൺകുട്ടികളുമായിട്ട് പ്രണയമാവുന്നു, അവർ ഒളിച്ചോടുമ്പോഴത്തേക്ക് അതിന് ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇത് ജിന്നിൻ്റെ വരവിൻ്റെ കാര്യമാണ്. അപ്പോൾ ഉടനെ അതിന് കുറേ കാശ് വാങ്ങിച്ച് തട്ടിച്ചു, അങ്ങനെ അതിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിലും ഒക്കെ പല സന്ദർഭങ്ങളിലും ഈ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, അതുപോലെ അസുഖം വരുന്നതിന് വളരെ പ്രായോഗികമായി അതിന് ചികിത്സ ചെയ്യണം. അതിനാണ് ശാസ്ത്രമുള്ളത്, അതിനാണ് വൈദ്യശാസ്ത്രം ഉള്ളത്. അവിടെ സമീപിക്കണം എന്നുള്ളതിനപ്പുറത്ത് അതിനെ ജിന്നുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നും ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്നതാണ് വെസ്റ്റേൺ കൺസെപ്റ്റിൽ വലിയ ഡ്രാസ്റ്റിക്കായി ഇന്ന് പാശ്ചാത്യർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരമമായ സത്യം എന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് വായിച്ചപ്പോൾ ഓർത്തു പോയത്, ഈ പാശ്ചാത്യരുടെ ഒരു റേഞ്ചിലേക്കൊക്കെ എത്താൻ നമ്മൾ എന്തോരം സഞ്ചരിക്കണം എന്ന് വെറുതെ ഞാൻ ഓർത്തുപോയി. നമ്മളിപ്പോഴും ജിന്നു മഹ്ദറയും അതൊഴിപ്പിക്കലും ഇതൊഴിപ്പിക്കലും അങ്ങനെ പ്രവാചകന് സംഭവിച്ചെന്നും പ്രവാചകൻ്റെ ഭാര്യമാർക്ക് ഇങ്ങനെ സംഭവിച്ചെന്നും ഒക്കെ പറയുന്ന കുറേ സംഗതികളിലിട്ട് ഈ സമൂഹത്തെ കുഴച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്.